ഇന്നത്തേത് ഒരു കൊട്ടിയൂർ കഥയാണ്. ഒരുപാട് നാളായി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ പുണ്യഭൂമിയിലേക്ക് പോയ കഥ. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. കൊട്ടിയൂർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വിഷമത്തോടെ ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് ഈ കഥയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കണ്ണൂരിൽ നിന്നും അതിരാവിലെ തന്നെ കൊട്ടിയൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 65 കിലോമീറ്ററാണ് കൊട്ടിയൂരിലേക്കുള്ള ദൂരം. സഹ്യാദ്രിയുടെ മടിത്തട്ടിലൂടെ നീളുന്ന മനോഹരമായ യാത്രയുടെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നതാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ തൃച്ചേരുമന അഥവാ കൊട്ടിയൂർ ക്ഷേത്രം. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ദക്ഷയാഗം നടന്നു എന്ന് വിശ്വസിക്കുന്ന കൊട്ടിയൂരിലെത്തി. ഞങ്ങൾ ഈ നടന്നു കയറുന്നതാണ് 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിന് മാത്രം തുറക്കുന്ന അക്കര കൊട്ടിയൂർ. ഇനി കൊട്ടിയൂരിന്റെ ഐതിഹ്യം വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. ദക്ഷന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഭഗവാൻ ശിവനെ വിവാഹം കഴിച്ച സതീദേവിയെ പിതാവായ ദക്ഷൻ ഇവിടെ നടന്ന ദക്ഷയാഗത്തിൽ പരസ്യമായി അപമാനിച്ചു. ആ അപമാനം സഹിക്കാനാകാതെ സതീദേവി യാഗാഗ്നിയിൽ ആത്മഹൂതി ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ ഭഗവാൻ ശിവൻ ക്രോധത്തോടെ വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ച് ദക്ഷയാഗം നശിപ്പിക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷൻ ഒരു ആട്ടിൻ തല നൽകി പുനർജീവിപ്പിക്കുകയും യാഗം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. കാലങ്ങൾക്കു ശേഷം കുറിച്ചിയർ കണ്ടെത്തിയ രക്തം വാർന്ന സ്വയംഭൂ ശിവലിംഗമാണ് ഇന്നത്തെ അക്കര കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. വെള്ളവും പാലും നെയ്യും കൊണ്ട് അഭിഷേകം നടത്തിയിട്ടും രക്തസ്രാവം നിന്നില്ലെങ്കിലും ഇളനീരിൽ അഭിഷേകം നടത്തിയപ്പോഴാണ് അത് നിലച്ചതെന്നും പറയപ്പെടുന്നു. വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് അക്കര കൊട്ടിയൂർ ഭക്തർക്കായി തുറക്കുന്നത്. വർഷങ്ങൾ മുഴുവൻ പൂജകൾ നടക്കുന്ന ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ആദി ശങ്കരാചാര്യരാണ് ക്രമീകരിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മറ്റൊന്നാണ്. പ്രപഞ്ചത്തെ സംഹരിക്കുന്ന മഹാദേവൻ ഒരിക്കൽ തന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട സതീദേവിയെ നഷ്ടപ്പെട്ട വേദന അനുഭവിച്ച ഭൂമിയാണ് കൊട്ടിയൂർ. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്രം മാത്രമല്ല, പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും ഭക്തിയുടെയും കണ്ണീർ വീണ ഒരു പുണ്യ ഭൂമിയാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്തിനെ ദയവ് ചെയ്ത് ഈ കാണുന്നത് പോലെ മലിനമാക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അടിവസ്ത്രങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും എന്തിനേറെ പറയണം, പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം വരെ നടത്തുന്ന മനുഷ്യരെ ഇവിടെ ഞാൻ കാണാനിടയായി. അതിൽ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരും. ഇതെല്ലാം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ കാൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങളൊരു കാട്ടിലേക്കല്ല ഒരു ചരിത്രത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.